ചെങ്ങന്മാരെ, ഞങ്ങളിപ്പോൾ ഈ കാണുന്ന വീഡിയോ ഹരിതകർമ്മസേന സംഗമം നടത്തിയ അതിൽ നിന്നൊരു ചെറിയൊരു പ്രോഗ്രാം കേട്ടോ. ഈ പ്രോഗ്രാം നിങ്ങൾ ശരിക്കും കാണണം, ഫുൾ വീഡിയോ ആയിട്ട്. അപ്പോൾ ആദ്യമായി വീഡിയോ കാണുന്നവരാണ് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടൺ അമർത്താൻ ഞങ്ങൾ വിലപ്പെട്ട അഭിപ്രായം രേഖപ്പെടുത്തട്ടോ. ഇതൊരു വീട്ടിലേക്ക് അവർ ടീം കവറും കാരണം ചോദിച്ചു വരുന്ന ഒരു രംഗമാണ്. ഒന്ന് ഫുൾ വീഡിയോ കാണുക. ചേച്ചി ഞങ്ങൾ കവറെടുക്കാവുന്നതാ. അപ്പൊ നിങ്ങളോടല്ലേ ഞാൻ കഴിഞ്ഞ മാസം നമ്മള് പറയല്ലേ ഇങ്ങോട്ട് വരണ്ടാന്ന്? എത്ര പ്രാവശ്യം പറഞ്ഞേ, ഒന്നും മനസ്സിലായില്ല. നിങ്ങൾ ഇങ്ങോട്ട് വരണ്ട. ഞങ്ങൾക്ക് വരാതിരിക്കാൻ പറ്റില്ല ചേച്ചി. എന്താണ്? എന്താന്ന് വെച്ചാല് എല്ലാം തരുമ്പോ ഞങ്ങൾക്ക് അങ്ങനെ വരുമ്പോ ഞാനിവിടെ കത്തിച്ചോണ്ട് അത് പറയാൻ പാടില്ല. ഞങ്ങൾക്ക് ഇതായി കണ്ട സ്ഥലം മുഴുവല്ലേ, ഞങ്ങൾ ഇവിടെ കത്തിക്കും. പിന്നെ അവിടെ ഒരു കുളമുണ്ട്, അതിന് കൊണ്ടുപോയിടും. അങ്ങനെ പറയാൻ പാടില്ല ചേച്ചിയെ. പോയിക്കോളി. അടുത്ത വീട്ടുകാർ തരുമ്പോ നിങ്ങൾ തരുന്ന ചേച്ചി. അതിന് അടുത്ത വീട്ടുകാർക്ക് ഒരു ശല്യമില്ല. ഞാനിത് രാത്രിയല്ല കത്തിക്കണത്. അങ്ങനെ ചെയ്യാൻ പാടില്ല. അടുത്തുള്ള വീട്ടുകാർക്കൊക്കെ ദോഷം ചെയ്യും. അതെ, നിങ്ങളിപ്പോ പോയിക്കോളി. എനിക്ക് ഇവിടെ വേറെ പണിയുണ്ട്. ഞങ്ങൾ മെമ്പർ ഒന്ന് വിളിച്ചാൽ. ഹലോ, മെമ്പറെ വിളിക്കേ. മെമ്പറെ, നിങ്ങൾ ഇവിടെ ഒന്ന് വരുക. ഈ മിനിച്ചേച്ചിന്റെ വീട്ടിൽ നിന്ന് തീരെ സാധനം തരില്ല. എപ്പോ വന്നാലും കത്തിക്കാണ് പൊട്ടക്കടലുണ്ട്, സ്ഥലമുണ്ട്. ഈ ഒരു വർത്താനെല്ലാം ഈ ചേച്ചി പറയില്ല. ഏത് നേരം ഞങ്ങൾ നേരത്തെ ചൂടായി കൊണ്ടുള്ള ചേച്ചിയാണ്. എപ്പോ വന്നാലും ഈ ചേച്ചി മിനിച്ചേച്ചി കത്തിക്കാണ് സ്ഥലമുണ്ട് പൊട്ടക്കടലുണ്ട്. എപ്പോ വന്നാലും തരില്ല, കവർ തരില്ല. എല്ലാ മാസം വന്നാലും ചേച്ചി തരില്ല. വാതിലാട്ട് അടിച്ചാണ്ടാണ് പോകുന്നത്. പിന്നെ അവരായിട്ട് സംസാരിക്കട്ടെ. ഹലോ ചേച്ചിയെ, ചേച്ചിയെ ചേച്ചി ചേച്ചിമാര് വന്നപ്പോ നിങ്ങൾ കവറൊന്നും കൊടുക്കണില്ല എന്ന് പറഞ്ഞേ. ഞാൻ കൊടുക്കലില്ല കവറേ. എല്ലാ ഗ്രാമസഭയിലും നമ്മൾ പറയാറില്ലേ കവർ കത്തിക്കാനും വലിച്ചെറിയാനൊന്നും പാടില്ല, എടുത്തു വെച്ചിട്ട് അവർക്ക് കൊടുക്കണമെന്ന്. അതിപ്പോ പറഞ്ഞിട്ട് എന്താ മെമ്പറെ, ഞാൻ കത്തിക്കലാണ്. ഒരു 50 രൂപയുടെ കാര്യമല്ലേ ഉള്ളൂ, നിങ്ങൾക്ക് അത് എടുത്തു വെച്ച് കൊടുത്തൂടെ? 50 രൂപ കൊടുക്കണ എനിക്കൊരു പ്രശ്നമല്ല. എന്താന്ന് വെച്ചാല് ഇവർക്ക് 50 രൂപ കൊടുക്കാന്ന് പറഞ്ഞാല് എനിക്ക് പറ്റൂല. ഇവർക്ക് അത് കഴുകണം, അത് ഇസ്തിരിടണം, പിന്നെ എന്താ അത് മടക്കി കൊടുക്കണം. ഇതിനൊക്കെ ആർക്കാ വെക്കല്? ഞാൻ കൊടുക്കൂല. ഞാൻ ഇവിടെ കത്തിച്ചോളാം. മെമ്പറല്ലായിരുന്നു ഈ കാര്യം പറയാണ്ട് ഇങ്ങോട്ട് വരില്ല. എനിക്കിവിടെ എത്രയോ പണി കഴിക്കുന്നുണ്ട്, ഞാൻ പോകും. ശരിമൊക്കെ പഞ്ചായത്തായിട്ടൊന്ന് സംസാരിച്ചിട്ട് അതിലെന്താ വേണ്ടിച്ചായിട്ട് നടപടി സ്വീകരിക്കട്ടെ. സ്ഥിരമായിട്ട് കവർ കൊടുക്കുന്ന ചില വീട്ടുകാർ അവരുമായിട്ട് പെരുമാറുന്നത് അടുത്ത് കാണാം. ചേച്ചി ചേച്ചിയെ ഡാഡിയെ നിങ്ങളിന്ന് കയറിയിരിക്കട്ടോ. ഞാൻ അടുക്കള വാതിൽ അടച്ചിട്ട് വരെ സാധനങ്ങളും ഞാൻ ഇപ്പൊ കൊണ്ടുതരാം കേട്ടോ. ചേച്ചി കാർഡും പൈസ കയറില്ല കേട്ടോ. ചേച്ചി ഇരിക്കണല്ലേ? നല്ല മഴയൊക്കെ വരുന്നുണ്ട്. ശരി. ഒരു വീട്ടമ്മ ഡോക്ടറെ കാണിക്കാൻ വരുന്നു. അപ്പൊ ഞാൻ കഴിഞ്ഞ വന്നു പോയത് നിങ്ങളിവിടെ സമാധാനമായിട്ടില്ല. ഞാൻ കുറച്ച് ടെസ്റ്റുകളൊക്കെ എഴുതി തന്നിരുന്നല്ലോ, അതെല്ലാം ചെയ്തിട്ടുണ്ടോ? ടെസ്റ്റുകളൊക്കെ ഇവിടെ പുറത്തേക്ക് ഒന്ന് കൊണ്ടാക്കി പുറത്തേക്ക് അങ്ങനെ പുറത്തേക്ക്
അതെന്താ ഡോക്ടർ അങ്ങനെ വരാൻ? ഈ അസുഖം വരാൻ എന്താ നിങ്ങൾ പാചകം ചെയ്യലെങ്കിൽ എങ്ങനെയാണ്? പാചകം ചെയ്യലൊക്കെ ഞങ്ങൾ ഗ്യാസ് വരാണ്. പിന്നെ കവറുകളൊക്കെ ഞങ്ങളിങ്ങനെ കത്തിക്കും. അതാണ് കുഴപ്പമുണ്ട്. കവറുകളൊന്നും കത്തിക്കാൻ പാടില്ല. കുടിക്കുന്ന വെള്ളത്തിൽ ശ്വസിക്കുന്ന വായുവിലും വരെ വിഷമാണ്. പുഴയിലും കുളത്തിലും കിണറ്റിൽ വരെ വിഷം കൊണ്ടേ തള്ളുന്നവരല്ലേ നമ്മളൊക്കെ. 1000 സിഗരറ്റ് വലിക്കുന്നതിന് തുല്യമാണ് ഒരു പോളിത്തീൻ കവർ കത്തിക്കുന്ന തുക. അതുകൊണ്ട് ഇനി കവറുകളൊന്നും കത്തിക്കരുത്. അമ്മയ്ക്ക് സുഖം ഇപ്പോഴും മരുന്നാൻ കുറച്ച് മരുന്നുകളൊക്കെ അങ്ങനെ ആയിട്ടാണോ അമ്മയ്ക്ക് അസുഖങ്ങൾ ഇങ്ങനെ വന്നത്? നീ കുറച്ച് മരുന്നുകളൊക്കെ എഴുതി തരാം, അത് കൊടുക്കും. എന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് വിവരം പറയട്ടോ. വെള്ളം കൊണ്ടുപോകാനാ? വെള്ളത്തിന് ദാഹിച്ചിട്ട് വരിക. പച്ചക്കോട്ടിട്ട ഹരിത വസന്തങ്ങളുടെ നിഴൽ കാണുമ്പോഴേക്ക് മറപ്പുളവാക്കുന്ന വാക്കുകൾ ചുഴറ്റിയറിയുന്ന മലയാള വീടുകൾ മാറ്റത്തിന്റെ മധുരങ്ങൾ കൊടുക്കുകയുമുണ്ട്. ഞാൻ നൽകുന്ന 50 രൂപ കൊണ്ട് അവരുടെ മാത്രമല്ല എന്റെയും ആയുസിന്റെ കണക്ക് പുസ്തകത്തിൽ ഒരധിക പേജ് കൂടി സാധ്യമാകുന്ന തിരിച്ചറിവിലേക്ക് ജനങ്ങളിൽ പരിവർത്തനം സാധ്യമായിട്ടുണ്ട്. ഓരോ മാലിന്യവും അതുണ്ടാക്കുന്നവന്റെ ഉത്തരവാദിത്തമാണെന്ന ഏറ്റവും മൂല്യവത്തായ അറിവിന്റെ പാഠം ഓരോരുത്തരുടെയും മനസ്സിൽ താളം പിടിച്ചു തുടങ്ങിയ നാളുകളിലൂടെയാണ് ബ്രഹ്മപുരത്തിൽ നിന്ന് ആർജിച്ചെടുത്ത അതിജീവനത്തിന്റെ പ്രയാണം തുടർന്നുകൊണ്ടിരിക്കുന്നു. ഹലോ ചേച്ചിയെ, ആ ചേച്ചിന്റെ കൊലയൊക്കെ ചേച്ചിയെ ചേച്ചി എന്തേ വന്നേ? കൊലയാണ്, ശ്വാസം മുട്ടലൊക്കെ ആയിട്ട് തീരെ വരിക. ഡോക്ടറെ കാണിച്ചു ചേച്ചി? ഡോക്ടറൊക്കെ കാണിച്ചില്ലേ? മരുന്നൊക്കെ എഴുതി തന്നേടെ, അത് കുടിക്കുന്നുണ്ട്. പറഞ്ഞിട്ടെന്താ, ചുമ വെച്ച മാറുന്നില്ല, ശ്വാസം തീരെ വരില്ല. എവിടെ ഇരുന്നോളിട്ടാ. ഞാൻ വന്നല്ലേ ചേച്ചി, ഞങ്ങൾ മോളെ മോളെ ഇങ്ങോട്ടൊന്ന് വന്ന ഹരിതകർമ്മസേനയാണ് വന്നേണത്. കളർ കൊടുത്ത, ആ കാർഡ് കൊടുത്ത, ആ പൈസ ഇട്ടില്ലേക്ക് എന്നാ കവറുണ്ട് കൊടുത്താളാ. കവർ കൊടുത്തില്ല. മകളെ 50 രൂപേന്റെ വില എനിക്ക് ഇപ്പോഴാട്ടാ മനസ്സിലായത്. ഇനി ഞാനിത് എല്ലാരോടും പറഞ്ഞോണ്ട് കത്തിക്കരുത്, വലിച്ചെറിയരുത്. ചേച്ചിയോട് ഞങ്ങൾ അപ്പൊ തന്നെ വരുമ്പോ പറയാ കത്തിക്കാൻ പാടില്ല. എന്താ ചെയ്യ മക്കളെ, അന്ന് ഇങ്ങനെ പറ്റിപ്പോയി എൻ്റെ അടുത്ത്. പിന്നെ അങ്ങനത്തെ ഒരു പണി പറ്റൂല. നിങ്ങൾക്ക് വെള്ളം എന്തെങ്കിലും വേണോ? എല്ലാ പ്രാവശ്യം സുഹൃത്തുക്കളെ, നമ്മുടെ മാലിന്യം നമ്മുടെ ഉത്തരവാദിത്യം. മാലിന്യം വലിച്ചെറിയാനോ കത്തിക്കാനോ പാടില്ല. അജൈവ മാലിന്യം തരംതിരിച്ച് ഹരിതകർമ്മസേനയ്ക്ക് കൈമാറാം. ജൈവ മാലിന്യങ്ങൾ ഉറവിടത്തിൽ തന്നെ സംസ്കരിക്കാം. ലോകങ്ങളിൽ നിന്ന് ജീവജാലങ്ങളെയും പ്രകൃതിയിൽ നിന്ന് മാലിന്യത്തിൽ നിന്ന് പ്രകൃതിയെ സംരക്ഷിക്കുന്നതിനായി നമുക്ക് ഒരുമിച്ച് കൈകോർക്കാം.